എല്ലാവർക്കും നമ്മുടെ സോപ്പ് സ്റ്റുഡിയോയിൽ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു സോപ്പാണ്. അത് രാമച്ചം വെച്ചിട്ടുള്ള സോപ്പായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. രാമച്ചത്തിൻ്റെ അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി രാമച്ചം ഒരാഴ്ച മുന്നേ ചൂടാക്കിയിട്ട് അത് ഒരാഴ്ച നമ്മൾ അതിൻ്റെ പേര് വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിക്കെടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ 249.375 മില്ലി വെള്ളം നമ്മൾ തിളപ്പിച്ച് അത് ഐസും കട്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും നമ്മൾ കാസി സോഡ ചേർക്കേണ്ടത് 109.440 ഗ്രാം ഓക്കെ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഓയിലാണ്. ഓയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഓയിലും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ളത് 400 ഗ്രാം നമ്മുടെ രാമച്ചത്തിൻ്റെ വേരിട്ട് വെച്ചിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ, അതൊരു 400 ഗ്രാമും 200 ഗ്രാം പാം ഓയിൽ, 50 ഗ്രാം കാസ്റ്റർ ഓയിൽ, 50 ഗ്രാം നമ്മുടെ ഒലിവ് ഓയിൽ, പിന്നെ ഒരു 10 ഗ്രാം ആൽമണ്ട് ഓയിലും 5 തുള്ളി നമ്മുടെ വൈറ്റമിൻ ഇ കേട്ടോ ചേർത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണിത്. എല്ലാ കൂട്ടുകളും ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാമച്ചം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു വസ്തുവാണ്. സ്കിന്നിൻ്റെ ഉള്ള പ്രോബ്ലങ്ങളൊക്കെ വരെ സ്കിന്ന് രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു വസ്തുവാണ് രാമച്ചം. അതുപോലെ തന്നെ രാമച്ചം നല്ല ശരീരത്തിന് നല്ല തണുപ്പ് തരുന്നത്. അതുപോലെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലൊക്കെ നല്ല തണുപ്പ് കിട്ടും. അതുപോലെ സ്കിന്നിന് ഈ വേനൽക്കാലമുള്ള നമ്മുടെ കേരളത്തിലൊക്കെ നല്ല ചൂടല്ല. അപ്പോൾ വേനൽക്കാലത്ത് രാമച്ചത്തിൻ്റെ സോപ്പൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ സ്കിന്നിനൊക്കെ നല്ല തണുപ്പ് കിട്ടും. അതുപോലെ വിശർപ്പിന് ദുർഗന്ധമുള്ള ആൾക്കാരില്ല, അവരൊക്കെ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല സ്മെല്ലൊന്നും ഇല്ലാണ്ട് നല്ല സ്കിന്നൊക്കെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വീഡിയോയ്ക്ക് ഇടുന്നല്ലോ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കാസി സോഡ കലക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രാമച്ചത്തിൻ്റെ വേര് തിളപ്പിച്ച് അത് ഫ്രീസാക്കി എടുത്തിട്ട് അതിൽ നമ്മൾ കാസി സോഡ എത്ര ഞാൻ പറഞ്ഞില്ല ഗ്രാമിലിട്ടിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സേഫ്റ്റി ഫസ്റ്റ് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വർക്കായാലും ചെയ്യും. നമ്മുടെ സ്മെല്ല് ആഡ് ചെയ്തു കേട്ടോ. രാമച്ചത്തിൻ്റെ സ്മെല്ല് തന്നെയാണ്. 30 മില്ലി നല്ല റേറ്റ് ഉണ്ട് കേട്ടോ രാമച്ചത്തിന്. അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. നമുക്ക് മെഷീൻ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിടുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പതുക്കെ പതുക്കെ ചെയ്യാനേ പാടുള്ളൂ, ഒരൊറ്റയടിക്ക് ചെയ്യരുത്. പതുക്കെ ഒന്ന് വയ്ക്കുക, എടുക്കുക, ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് കുറേശ്ശെ പകർത്താം കളറുകൾ. ആദ്യം കുറച്ച് വൈറ്റ് കളർ അവിടെ, പിന്നെ കുറച്ച് ഗ്രീൻ കളർ, നമ്മളിതിൽ നമ്മൾ യെല്ലോ കളർ കൊടുക്കണം കേട്ടോ. നമ്മുടെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രീൻ കളർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഓക്കെ മാറ്റി വയ്ക്കുക. നമുക്ക് വേറെ സൂത്രം നമ്മുടെ മൊത്തമായിട്ട് വടിക്കരിക്കൊണ്ട് ഒഴിക്കുക സ്ക്നാപ്പർ ഉപയോഗിച്ചിട്ട് കേട്ടോ. ഒന്ന് അതൊക്കെ തട്ടി കൊടുക്കുക. നമ്മുടെ സോപ്പ് ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു 12 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ കട്ട് ചെയ്ത് കിടത്തിരാം ഓക്കെ. അപ്പോഴേ നമ്മുടെ രാമച്ചത്തിൻ്റെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മോൾഡിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രാമച്ചത്തിൻ്റെ സോപ്പ് കേട്ടോ. നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ. ഇതാണ് നമ്മുടെ രാമച്ചത്തിൻ്റെ സൂപ്പ്.
ഓക്കെ. രാമറ്റത്തിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. ഇതാണ് നമ്മുടെ രാമച്ചതിൻ്റെ സോപ്പ് കേട്ടോ. ഇവെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല എല്ലാവരും, നല്ല ഭംഗിയിൽ പല ഡിസൈനിൽ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ സോപ്പിൻ്റെ ബേസുകൾ, ഗ്ലിസറിൻ സോപ്പിൻ്റെ ബേസ്, കളറ്, അതിൻ്റെ എക്സ്ട്രാക്റ്റുകൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോ, നിങ്ങൾക്ക് ഞാൻ കൊറിയർ അയച്ചു തരാം. അടുത്തൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് തരാം. ഓക്കെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്വന്തമായിട്ട് സോപ്പിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം, ചെറിയ ലൈസൻസൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വരുമാനം കിട്ടും. ജോലിക്കാർക്ക് ചെയ്യാട്ടോ, അതിനിപ്പോൾ പ്രത്യേകിച്ച് റിസ്ക്കുകളൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ ലൈസൻസ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ സോപ്പുകൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചതിനെ പോലെ എല്ലാവരും ആ മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സോപ്പ് നല്ല കട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ.